വയനാട് DCC ട്രഷററുടെ ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണൻ MLA പേരും NM വിജയൻ മരണത്തിന് മുൻപ് KPCC പ്രസിഡന്റിന് എഴുതിയ കത്തിലാണ് MLA പേരുള്ളത്. M കമലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി കേട്ട ശേഷം കമലിലേക്ക് എത്താം. അച്ഛൻ അതിനകത്ത് അവർ പറഞ്ഞ കഥകൾ അച്ഛൻ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ട്വിസ്റ്റ് ആവുക ചെയ്ത്. അപ്പോഴാണ് ഈ കത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളും അച്ഛനെ സംശയിച്ച് പോയേനെ. അപ്പം എല്ലാം അച്ഛൻ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഈ നടപടികളായിട്ട് പോട്ടെ എന്നാണ്. അതെ, പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലേക്ക് അല്ലാതെ കൊണ്ടുവന്നത്. അതിൽ പ്രത്യേകം അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മക്കൾക്ക് ഇതറിയില്ല എന്ന് അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടല്ല ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അതെങ്ങനെയാണ് അച്ഛൻ ഇത്രയും ബാധ്യത വന്നത് എന്നുള്ള 1 by 1 ആയിട്ട് അച്ഛൻ തന്നെ അണ്ടർലൈൻ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാർട്ടിയാണെങ്കിൽ പാർട്ടി അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്കും വേറെ വഴി ഉണ്ടാവില്ല. അച്ഛൻ സ്വീകരിച്ച വഴി തന്നെ 3 കുഞ്ഞു മക്കളുണ്ട്, ഞങ്ങൾ 2 പേരുമാണുള്ളത്. ഇത്രയും വലിയ പാർട്ടിയുടെ ബാധ്യത ഏറ്റെടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബാധ്യതയാക്കിയാണ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് ആ കത്ത് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. അവരെ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ, അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കയ്യിൽ സ്വന്തമായിട്ട് ഭൂമിയില്ല, അതുകൊണ്ട് വിജയൻ കൊടുക്കണം എന്നുള്ള രീതിക്കാണ് അച്ഛനെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് അച്ഛൻ്റെ പേരിലുള്ള സാധനം വെച്ചിരിക്കുന്നത്. അപ്പം അവരെ കയ്യിൽ ഭൂമി ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലല്ലോ, അച്ഛനൊരു നിഷ്കളങ്കനായതുകൊണ്ട് പറ്റിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇത് മുഴുവൻ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടിക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങി എന്നല്ലേ പറയുന്നത്? പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലും കൂടുതൽ തെളിവ് അല്ലാതെ അത് ഹസ്ബൻഡിന് എഴുതിയ കത്തിനകത്ത് അച്ഛൻ പറഞ്ഞിരിക്കുന്ന അത് ചെറിയ ചെറിയ കടങ്ങളാണ്. ഹസ്ബൻഡിന് എഴുതിയ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കടങ്ങൾ മാത്രമേ നമ്മളെ പേഴ്സണലായിട്ടുള്ള, അത് വളരെ ചെറിയ എമൗണ്ടുകളാണ്. 1 ലക്ഷം. ഈ കടങ്ങൾ ഈ പാർട്ടിയായിട്ടുള്ള പ്രശ്നം നിങ്ങളോട് ഒരിക്കലും അച്ഛൻ ഷെയർ ചെയ്തിരുന്നില്ല? പൊതുവായിട്ട് ഷെയർ ചെയ്തിരുന്നില്ല. അവസാന കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, നീ പേടിക്കൊന്നും വേണ്ട, ഒക്കെ റെഡിയാവും. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അച്ഛന്. ഈ സ്ഥലം ബാങ്ക് ജപ്തി അവൻ വരുന്ന, അല്ലെങ്കിൽ സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്തിയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പണയത്തിലാന്ന് ലാസ്റ്റ് സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. അന്നപ്പം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിയാവും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലാതെ പാർട്ടിക്ക് വേണ്ടിയിട്ടാന്ന് അന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം ഉണ്ടായിരുന്നാണോ? കോൺഗ്രസിലെ 2 പ്രമുഖ നേതാക്കൾ ഞങ്ങളെ ബന്ധു തന്നെയാണ് പറഞ്ഞത്. കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഓട്ടോക്കാർ തുടങ്ങി പച്ചക്കറി കടക്കാർ വരെ നമ്മളെതിരെ സംസാരിക്കുന്ന സമയത്ത് 16 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസം. ഈ 16 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാറി താമസിക്കാനോ അല്ലെങ്കിൽ അച്ഛന് മാറി താമസിക്കാനോ പറ്റുമായിരുന്നല്ലോ. പക്ഷെ അത് നേരെ വളച്ചൊടിച്ച് 2ാമത്തെ ദിവസമാണ് ഞങ്ങളെ ബന്ധുക്കളൊക്കെ വീണ്ടും ഞങ്ങളോട് തന്നെ അടുത്തു. അന്ന് ദയിപ്പിക്കുന്നതുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അത് പിറ്റേ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് 2 പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ, നമ്മളെ ഫാമിലിയായിട്ട് അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്, കുടുംബയോഗം വിളിച്ച് കുടുംബയോഗത്തിൽ കുടുംബ പ്രശ്നമാക്കി മാറ്റണമെന്ന് അവർ പറഞ്ഞതിനനുസരിച്ചാണ് ഇവർക്ക് അന്ന് ഇത്രയും അച്ഛന് ബാധ്യതകളിൽ ഞങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ബന്ധുക്കൾക്ക് ഒട്ടും അറിയില്ലല്ലോ. അപ്പം അവരും വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ ആക്കി തീർത്തതാണ്. NM വിജയൻ്റെ മകളുടെ പ്രതികരണമാണ് കേട്ടത്. അങ്ങനെ ഒരു കത്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിലാകുന്നത് IC ബാലകൃഷ്ണൻ MLA കൂടിയാണ്. IC ബാലകൃഷ്ണന്റെ പേര് കൂടി ഉണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ മുൻ ചെയർമാൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ IC ബാലകൃഷ്ണനെ കുരുക്കുന്നതായിരുന്നു. ഇപ്പോൾ പുതിയ പ്രതികരണങ്ങൾ കൂടി വരുമ്പോൾ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ പാർട്ടിയെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട്, MLA എത്രത്തോളം പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാൻ M കമൽ ചേരുന്നുണ്ട്. കമൽ, IC ബാലകൃഷ്ണന്റെ റോള് പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് എന്ന പരാമർശങ്ങൾക്ക് പിന്നാലെ വരുന്ന ആത്മഹത്യാക്കുറിപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, IC ബാലകൃഷ്ണനെ കുരുക്കിലേക്ക് നയിക്കുന്നതാണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കാരണം തനിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ താൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴാണ് മകളുടെ പ്രതികരണവും പിന്നാലെ വരുന്നത്. എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത് കമൽ?
ഇപ്പോൾ സംസാരിച്ചത് NM വിജയന്റെ മകനും മരുമകളുമാണ്. അവർ പറയുന്നത് ഇത് കുടുംബ പ്രശ്നമാക്കാൻ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ശ്രമം നടന്നു എന്നാണ് അവർ പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ പാർട്ടി ഉണ്ടാക്കിയ ബാധ്യതയാണ് NM വിജയന്റെ മേൽ വന്നു ചേർന്നത്. അതിന്റെ പേരിലുള്ള ബാധ്യതയുടെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് മകനും മരുമകളും ഇപ്പോൾ പറയുന്നത്. ഈ പുറത്തു വന്ന കത്തിൽ IC ബാലകൃഷ്ണന്റെ പേരുണ്ട്, അതുപോലെ ഇപ്പോഴത്തെ DC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പേരുണ്ട്. ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം പാർട്ടി ചെലവിനൊക്കെയായി പണം വാങ്ങി. പക്ഷേ ആ ബാധ്യത മുഴുവൻ തൻ്റെ തലയിലായി എന്നാണ് NM വിജയൻ KPCC പ്രസിഡന്റിനായി എഴുതി വെച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കത്തിൻ്റെ പകർപ്പ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർക്ക് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ കത്ത് 8 പേജുള്ള കത്തിൽ ബാധ്യതകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പുറത്തു വരുന്നത് ഈ കോൺഗ്രസിൻ്റെ ബത്തേരി ജില്ലാ നേതൃത്വം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി നടത്തി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കത്തിലൂടെ പുറത്തു വരുന്നത്. അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണൻ, ഇപ്പോഴത്തെ DCC പ്രസിഡന്റായിട്ടുള്ള ND അപ്പച്ചൻ, അതുപോലെ കോൺഗ്രസിൽ നിന്ന് ഈ അഴിമതിയുടെ പേരിൽ KPCC തന്നെ നടപടിയെടുത്ത KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഇവരൊക്കെ ചേർന്ന് വലിയ രീതിയിൽ നിയമനത്തിന് പണം വാങ്ങി. പക്ഷേ ട്രഷററായ തൻ്റെ തലയിൽ മാത്രമായി ഈ പണത്തിൻ്റെ ഉത്തരവാദിത്തം. അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത തൻ്റേതു മാത്രമായി. അതിനുവേണ്ടി പല സ്ഥലത്തു നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. അതൊക്കെ കൂടുതലായി വലിയ ബാധ്യത തൻ്റെ തലയിൽ വന്നു ചേർന്നിരിക്കുന്നു. ആ ബാധ്യതകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ NM വിജയൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം മരിച്ച മകന് അർബൻ ബാങ്കിലുണ്ടായിരുന്ന ജോലി, ആ ജോലി പാർട്ട് ടൈം ജോലിയായിരുന്നു. അത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട ആ ജോലി IC ബാലകൃഷ്ണനെതിരായ ഈ പരാമർശങ്ങൾ, അതിൽ നിയമനത്തിന് പണം വാങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ KPCC നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നു എന്ന പരാമർശമോ മറ്റോ ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമല്ലേ ഇത്? അതിൽ പ്രജീഷ്, ഈ KPCC ഇത് നേരത്തെ അന്വേഷിച്ചിട്ടുള്ളതാണ്. 3 അംഗ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ പേരിൽ 2 പേർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ KPCC പ്രസിഡന്റിന് ഇദ്ദേഹം മരണത്തിന് മുൻപ് അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പണം വാങ്ങി, പക്ഷേ അത് തിരിച്ചു കൊടുക്കൽ തൻ്റെ മാത്രം ഉത്തരവാദിത്തമായി എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ND അപ്പച്ചൻ്റെ അയൽവാസിയിൽ നിന്ന് ഒരു ചെക്ക് വാങ്ങിയതിൻ്റെ ബാധ്യത, അതാണ് ഇന്നലെ പുറത്തു വന്ന ഒരു ചാക്കോയുമായുള്ള സ്ഥലവിൽപ്പന കരാർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ചാക്കോയുമായുള്ള ഇടപാടിൻ്റെ കാര്യവും ഈ കത്തിൽ പറയുന്നുണ്ട്. ND അപ്പച്ചൻ്റെ അയൽവാസിയായ ചാക്കോയിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി അത് തിരിച്ചു കൊടുക്കലും തൻ്റെ മാത്രം ബാധ്യതയായി എന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ആ കത്ത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയി നമുക്ക് എടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ എനിക്ക് പറയാനാവുകയുള്ളൂ. പ്രതീഷ്, കമൽ, ഇക്കാര്യത്തിൽ പുറത്തേക്ക് വരുമ്പോൾ കാരണം പാർട്ടി നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. കാരണം DCC പ്രസിഡന്റിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്, IC ബാലകൃഷ്ണൻ MLA പേര് പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല തനിക്ക് ഏൽക്കേണ്ടി വന്ന വേദനാജനകമായ കാര്യങ്ങൾ, തൻ്റെ പേരിൽ പോലും ലോണുകൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൈയൊഴിയുന്നു, ബാധ്യത വരുന്ന കാലത്ത് എല്ലാം തനിക്ക് ഏൽക്കേണ്ടി വരുന്നു, IC ബാലകൃഷ്ണനുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ എല്ലാം കൈയൊഴിയുന്നു എന്നടക്കം വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. അപ്പോൾ നേരത്തെ IC ബാലകൃഷ്ണൻ MLA പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അപ്പോൾ ഇത് ഗൗരവത്തോടെ ഈ അന്വേഷണ സംഘത്തിന് ഈ ആത്മഹത്യാക്കുറിപ്പ് പരിശോധിക്കേണ്ടി വരില്ലേ? IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട പുതിയ തലത്തിൽ കാര്യങ്ങൾ വരുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുൻ അർബൻ ബാങ്ക് ചെയർമാന്റെ അടക്കം പ്രതികരണങ്ങൾ നേരത്തെ വന്നതാണ് സമ്മർദ്ദം ചെലുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ IC ബാലകൃഷ്ണനെതിരെ. അപ്പോൾ പുതിയ തലത്തിലൊരു കൂടുതൽ അന്വേഷണത്തിന് വാതിൽ തുറക്കുകയാണോ കമൽ? പ്രജീഷ്, കൂടുതൽ അന്വേഷണം വേണ്ടി വരും. ഇത് ഒരു വ്യക്തി എന്നതിലപ്പുറം IC ബാലകൃഷ്ണൻ അന്ന് DCC പ്രസിഡന്റ് ആയിരുന്നു, പിന്നീട് അന്നും MLA ആയിരുന്നു. ND അപ്പച്ചൻ ഇപ്പോൾ DCC പ്രസിഡന്റാണ്. എനിക്കതിൻ്റെ ഒറ്റ വായനയിൽ നിന്ന് മനസ്സിലായത് ഈ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ, വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഈ ബാങ്ക് നിയമനം പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കോ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാറ്റിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് KPCCയുടെ അന്വേഷണം വന്നു, സർവീസ് സഹകരണ ബാങ്ക് ഭരണം BJPക്ക് പോയി, മറ്റു രീതിയിൽ സർക്കാർ ഇടപെടലുകളൊക്കെ വന്നപ്പോൾ ഈ നിയമനം നടത്താതെ വന്നപ്പോൾ അതിൻ്റെ ബാധ്യത മുഴുവൻ NM വിജയൻ എന്ന ഒരു വ്യക്തിയുടെ, ആ പാർട്ടിയുടെ ട്രഷററായ ഒരാളുടെ തലയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ആ ബാധ്യത താങ്ങാൻ കഴിയാതാകുന്നു. കുറേയൊക്കെ അദ്ദേഹം കടം വാങ്ങിയും ലോൺ എടുത്തും ബാധ്യത തീർക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിൽ നിന്നോ ഈ പറഞ്ഞ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ തുടങ്ങിയ നേതാക്കളിൽ നിന്നോ ഒരു പിന്തുണയും ലഭിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇത്തരത്തിലെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. DCC മുൻ ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാണ്, പ്രതിക്കൂട്ടിലാണ്. ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA പേര് കൂടി പരാമർശിച്ചിരിക്കുകയാണ് ആത്മഹത്യാ കുറിപ്പിൽ.